അമ്മായിച്ചൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നിത്യയ്ക്കറിയില്ല. പക്ഷേ അമ്മായിച്ചൻ ഇത്തിരി അഗ്രസീവാണെന്നാണ് പറയുന്നത്. എന്തായാലും നിത്യയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നിത്യ, യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സ്. ഒരു കാര്യം ഞാൻ മറക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും ഈ വർഷം ഉടനീളം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിത്യയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഹസ്ബൻഡ് ഉത്തരേന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അടിക്കടി ട്രാൻസ്ഫർ വരുന്ന കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിക്കാറില്ല. നാട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോഴേക്കും വന്ന് 1.5 മാസം, 1 മാസം, 15 ദിവസമൊക്കെ നിന്നിട്ട് പോകും. ഇത്രയും നാളായിട്ട് കുട്ടികളുണ്ടാകാത്തതിൻ്റെ കാരണം പലരും ചോദിച്ചു. എന്തായാലും പരിശോധനകളൊക്കെ നടത്തിയാണ്. ഹസ്ബൻഡ് തന്നെയാണ് കുഴപ്പം. കൗണ്ട് കുറവാണ്. അദ്ദേഹം ചൂടുള്ള സ്ഥലങ്ങളിൽ ടൈറ്റ് യൂണിഫോമിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മേൽ പഴിയില്ല. ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും എന്നെ കുറ്റപ്പെടുത്തില്ല. എൻ്റെ ഭർത്താവ് തന്നെയാണ് എല്ലാവരോടും തുറന്നു പറഞ്ഞത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഓടി വന്നിട്ട് സ്ത്രീകളെ കുറ്റപ്പെടുത്തും. ആ സ്ഥിതി എനിക്കില്ല. ഭർത്താവിൻ്റെ വീട്ടിലും എനിക്ക് സന്തോഷം തന്നെയാണ്. എൻ്റെ അമ്മായിയമ്മയാണ് എപ്പോഴും കൂടെ ഉള്ളത്. അവർ ഒരു പാവ സ്ത്രീയാണ്. അമ്മായിച്ചൻ ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ജോലി നിർത്തി തിരിച്ചു വന്നത്. പിന്നെ 1 വർഷമായിട്ട് ഇവിടെയുണ്ട്. പണ്ടൊക്കെ ഞാനായിരുന്നു എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിരുന്നത്. ഇപ്പോൾ അമ്മായിച്ചൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാം നോക്കി നടത്തും. പിന്നെ ഞാനും അമ്മായിച്ചനും കൂടിയാണ് മിക്കവാറും കാറിൽ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്. ഇവിടുത്തെ അമ്മ വരില്ല. അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടി, പുക, ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വലിയ വലിയ അസ്വസ്ഥതകളാണ്. ആസ്മയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാറുമില്ല. എൻ്റെ അമ്മായിച്ചൻ ദൂരസ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ടൗണിൽ ഇറങ്ങുമ്പോൾ പല പെണ്ണുങ്ങളും അദ്ദേഹത്തെ കാണുമ്പോൾ വിഷ് ചെയ്യാറും വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. ചില സ്ത്രീകളെ കാണുമ്പോൾ ഇത്തിരി വശപ്പിശ കാണുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ അമ്മായിച്ചൻ ഒരു വില്ലനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ചോദിക്കില്ല. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മായിച്ചൻ ഇങ്ങോട്ട് പറയും, ആ മോളെ, ഇത് എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്ത ആളുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ മകളാണ്, കുഞ്ഞമ്മയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷേ ഒരിടത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ശരിക്കും അവരെ കണ്ടാലേ അറിയാം ഇത്തിരി വശപ്പശ കാണുന്നു. അവരുമായി കിന്നാരെ പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മായിച്ചോട് ചോദിച്ചു, അച്ഛാ, എന്തിൻ്റെ കേടായത്? ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത സ്ത്രീയാണെന്ന് അറിയാമല്ലോ. തെരുവിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡ് സൈഡിൽ നിൽക്കുന്ന സ്ത്രീയല്ലേ? അച്ഛൻ എന്തിനാണ് അവളോട് മിണ്ടാൻ പോയത്? അയ്യോ, അവൾ ബസ് സ്റ്റാൻഡ് സൈഡിൽ നിൽക്കുന്നുണ്ടോ? ഇത് എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്ത സുഗുണൻ്റെ ഭാര്യയാണ്. പിന്നെ ലോകത്തുള്ള ആണുങ്ങളെല്ലാം അച്ഛൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. അവരുടെ ഭാര്യമാരെ കാണുമ്പോഴേക്കും ഓടി വരാൻ ഇത് വശപ്പിശ ഒരു സിറ്റുവേഷനാണ്. കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തോ എനിക്ക് ദുരൂഹത തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നെ സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും നീ മിടുക്കിയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താ? അല്ല, ഇവിടെ നിനക്കറിയാമല്ലോ, നീ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ സൂക്ഷിച്ച് നോക്കുമല്ലോ. ആ, ഞാൻ നോക്കും. നല്ല സ്ത്രീകളെയും ചീത്ത സ്ത്രീകളെയും കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ അമ്മായിച്ചനോട് പറഞ്ഞു, മോളെ, ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾ ചീത്ത സ്ത്രീകളായിരിക്കില്ല. അവരുടെ സാഹചര്യം മൂലമായിരിക്കും അവർ വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞു, ആ, ഒരു കടയിൽ നിന്നാൽ തന്നെ 10,000 10,000 രൂപ കിട്ടും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർക്ക് 10,000 രൂപയുടെ ആവശ്യമല്ല ഉള്ളെങ്കിലോ? നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാണെന്ന്. അതുകൊണ്ട് നീ കുറ്റപ്പെടുത്തതെന്ന്. ഞാൻ പറഞ്ഞു, കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഇവരുമായിട്ട് അച്ഛൻ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തും. കാര്യം വർഷങ്ങളായി ഭർത്താവിനെ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കുറ്റം. തെരുവിൽ നിൽക്കുന്ന സ്ത്രീകളെക്കാൾ കുറ്റക്കാരികളാണ് വീട്ടിലിരിക്കുന്ന ചില സ്ത്രീകൾ എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്താടി, നിനക്ക് നാവില്ലെന്ന് ചോദിച്ചു. എനിക്കറിയില്ലല്ലോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അമ്മ ശരിയില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ഈ കാണിക്കുന്ന പ്രവൃത്തി നല്ലതല്ല. എത്ര പെണ്ണുകളാണ് വേറെ അസുഖം വന്നു കഴിഞ്ഞാൽ അവസാനം അച്ഛൻ തന്നെ നാണം കിടും. എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു വട്ടം ഇത് നാട്ടുകാരറിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം മോൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ മുഖത്ത് നോക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പണ്ട് തൊട്ടേ ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിലയ്ക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതൊക്കെ ശരിയാണ്. അച്ഛൻ്റെ ഭാര്യയില്ലേ, അച്ഛന് തുറന്ന് പറഞ്ഞുകൂടെ? തുറന്ന് പറയാടി. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് ബലപ്രയോഗം നടത്താൻ പറ്റുമോ? വേണ്ടാന്ന് പറഞ്ഞ ഒരാൾ ഒഴിഞ്ഞു മാറുമ്പോഴേക്കും അവിടെ ചെന്ന് കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം?
അത് പിന്നെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ ആവശ്യം മാത്രമാകുകയാണ്. വിവാഹത്തിൽ അങ്ങനെയാണോടി? എന്നാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാകുമായിരുന്നു. അതിന് ഞാൻ കെട്ടി വലിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പിടിവാശി കാണിച്ചിരിക്കുന്നവരെ എന്താ ചെയ്യുക? എന്നാൽ വെച്ചാൽ സൂക്ഷിക്കണേ, വലിയ പ്രശ്നങ്ങളൊക്കെ വരും. അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവുള്ള കാര്യമാണല്ലോ. അതുപോട്ടെ, നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നു. നിൻ്റെ അമ്മ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ അമ്മ ഞാൻ ഡെയിലി വിളിക്കുന്നുണ്ട്, രാവിലെ വൈകിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട്. അച്ഛനെന്താ ഒന്നും അറിയാത്തവൾ എന്നോട് ചോദിക്കുന്നത്? ആ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയോ? അമ്മയുടെ മനസ്സും ആഗ്രഹങ്ങളൊക്കെ നിനക്കറിയണ്ടേ? എൻ്റെ അമ്മ ഇവിടുത്തെ എൻ്റെ അമ്മായിമ്മയെ പോലെയാണ്. ഒന്നിന് താല്പര്യമില്ലാത്തൊരു ടൈപ്പാണ്. കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അമ്മായിച്ചൻ സൈഡിലേക്ക് കാർ നിർത്തി. എന്നിട്ട് എന്നെ വാട്സാപ്പിൽ ചാറ്റ് കാണിച്ചു. ഇതാണോടി നിൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയാതെ വീട്ടിൽ നിൻ്റെ അമ്മായിമ്മയെ പോലെ കുത്തിയിരിക്കുന്നത്? ഇത് കണ്ടോ? ചേട്ടൻ എവിടെയാണ്? എന്നോട് യാതൊരു സ്നേഹവുമില്ല. ഞാൻ എത്ര മെസ്സേജ് അയച്ചാലാണ് ഒരു മറുപടി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ അമ്മ കഴിഞ്ഞ 1 വർഷമായി എനിക്ക് അയക്കുന്ന മെസ്സേജുകളാണ്. അത് ഞാൻ മറുപടി കൊടുക്കും. പക്ഷേ ഇതുവരെയും അവരടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. കാര്യം എന്താ? എൻ്റെ മരുമകളുടെ അമ്മയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ച്. ഇതിപ്പം എനിക്കെന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ ഫാമിലിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ മാനേജ് ചെയ്യുന്നു. പിന്നെ അവർ മനുഷ്യരല്ലേ, അവരെ കാണുമ്പോൾ ഞാൻ മുഖം തിരിഞ്ഞു പോകേണ്ടതില്ലല്ലോ. എന്തായാലും ഇത് കേട്ടതോടുകൂടി ഞാൻ വല്ലാത്ത അങ്കലാപ്പിലായി. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല. അമ്മ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അച്ഛൻ മരിച്ച ശേഷവും അമ്മ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മളോട് കരഞ്ഞു പോകും. അത്രയ്ക്കും നല്ലൊരു സ്ത്രീ. അവർ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമെന്ന് എനിക്കൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പം മനസ്സിലാക്കി, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഭർത്താവാണെങ്കിലും മകനോ മകളോ ആരായാലും അവരുടെ വ്യക്തിത്വം യഥാർത്ഥത്തിലുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അത്രയും നാൾ വരെ എൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് പാടെ മാറി. അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. ഇത് ചോദിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, നീ ചോദിക്കാൻ പോകരുതെന്ന്. എന്നാലും അമ്മയോടൊന്ന് ചോദിക്കണമല്ലോ. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും, എടീ നിൻ്റെ ഭർത്താവ് ഇപ്പോൾ വന്നിട്ട് 6 മാസമായില്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ ഇനി എപ്പോൾ ഉണ്ടാകാനാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും ഉണ്ടായിക്കോട്ടെ, അമ്മയ്ക്ക് എന്തിനാണ് ഇത്ര വലിയ ടെൻഷനും വിഷമവും? എനിക്കും എൻ്റെ ഭർത്താവിനും ഇല്ലല്ലോ. അമ്മ കുട്ടി ഉണ്ടാകുന്നത് നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്താടി നീ എങ്ങനെ മുള്ളും മുനയൊക്കെ വെച്ച് പറഞ്ഞത്? നിൻ്റെ കാര്യത്തിൽ എനിക്ക് സ്നേഹമില്ലെന്നാണോ കരുതുന്നത്? ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ നല്ലവൾ ചമയുന്നത് ആദ്യം അവസാനിപ്പിക്കുക. അതെന്താടി? ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തോ? തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മായിച്ചനുമായിട്ട് അമ്മയ്ക്ക് എന്താ ഇടപാട്? 2 പേരും തമ്മിലുള്ള ചാറ്റ് മുഴുവനും ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ മരിച്ച് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ അങ്ങോട്ട് കയറി അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ സൈലൻ്റായി, ഒന്നും മിണ്ടുന്നില്ല. സത്യം പറയാമേ, അമ്മ അദ്ദേഹത്തിന് അങ്ങോട്ടല്ലേ മെസ്സേജ് അയച്ചത്. പുള്ളിയുടെ സ്വഭാവം ഇത്തിരി തരികിടയാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളാണ് അങ്ങോട്ട് കയറി ആദ്യം മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് യഥാർത്ഥം തന്നെയാണോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഉത്തരവൊന്നുമില്ലായിരുന്നു. 10 മിനിറ്റ് മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എടീ നിൻ്റെ അമ്മായിച്ചൻ കുഴപ്പക്കാരനാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നിന്നോട് അങ്ങനെ സ്വഭാവം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എന്നോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ രീതികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയാണ്. ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. ആ സമയത്താണ് എല്ലാം പുറത്തു വന്നത്. പുള്ളിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അമ്മയും കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടീ നിനക്ക് എൻ്റെ കൂട്ടുകാരിയുണ്ട് സുമി, അവളെ അറിയാമോ? പിന്നെ എനിക്കറിയാം, ടൗണിൽ സൂപ്പർ മാർക്കറ്റ് സൈഡിൽ കൂടെ പോകുന്ന വഴിയിൽ താമസിക്കുന്ന ഒരു ചേച്ചിയല്ലേ നമ്മൾ കല്യാണം വിളിക്കാൻ പോയത്? അതെടി മോളെ, അത് തന്നെ. അവളെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. എൻ്റെ കുടുംബ വീടിൻ്റെ അടുത്താണ് അവളുടെ വീട്. ഞങ്ങളൊന്നിച്ച് കളിച്ച് വളർന്നതാണ്. പക്ഷെ അവൾ എന്നേക്കാൾ ഇത്തിരി പ്രായം കുറഞ്ഞ പെണ്ണാണ്. എന്താമേ അവൾക്ക് എന്ത് പറ്റി? അവൾ അന്നേ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ്. പക്ഷേ അത് സക്സസ് ആയില്ല. ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ ദൂരെ എവിടെ നിർത്തി പഠിപ്പിക്കുകയാണ്. ഇവളിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. പക്ഷേ അവരുടേത് നല്ലൊരു വീടാണല്ലോ, നല്ല പോസ്റ്റ് ലുക്കിലാണല്ലോ താമസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവൾക്കും ഇത്തരം ചുറ്റിക്കളികളൊക്കെ തന്നെ. നല്ല പണമുണ്ട് മോളെ. അന്ന് കല്യാണം വിളിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ അവളുടെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഫോൺ നമ്പർ എന്ന് വാങ്ങിച്ച് തോർക്കുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവൾ എന്നോട് വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇഷ്ടംപോലെ പണമുണ്ട്, അധ്വാനം വളരെ കുറവും. അങ്ങനെ അവളുടെ സക്സസ് ലൈഫ് ഞാൻ കേട്ടിരുന്നു. പക്ഷെ അന്ന് നിൻ്റെ അച്ഛനുണ്ടല്ലോ.
പിന്നെ നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ പിന്നെ പലപ്പോഴും ഞാൻ തരിച്ചാണ്. ആ സമയത്ത് അവൾ എന്നെ വിളിക്കായിരുന്നു. ആ ദുഃഖത്തിൽ നിന്നൊക്കെ കരകയറാൻ അവൾ എന്നെ ഒത്തിരി സമാധാനിപ്പിച്ചു. പിന്നെ നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം നിനക്കറിയില്ലെങ്കിലും അദ്ദേഹത്തിന് എന്നെ ഒത്തിരി കാര്യമായിരുന്നു. ഞങ്ങൾ തമ്മിൽ സജീവമായ അടിയൊഴുക്കുകൾ എന്നും ഉണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയതല്ല. 100 വയസ്സ് വരെങ്കിലും ഒന്നിച്ച് ജീവിക്കുമെന്ന് ഞാൻ കരുതി. എല്ലാം പെട്ടെന്ന് പോയില്ലേ മോളെ. മറ്റ് പ്രായമായ ദമ്പതികളെ പോലെയല്ല ഞങ്ങൾ. അതിന് നിങ്ങൾക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നല്ല അടുപ്പമായിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തേക്കാൾ 1000 ഇരട്ടി എൻ്റെ ഭർത്താവിനോടുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത്, ഇനി ഇങ്ങനെ പുള്ളിക്കാരനെ മാത്രം ഓർത്തോണ്ടിരിക്കാതെ അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ല്, പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കാതെ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് പഴയ കഥ ഒത്തിരി ഉണ്ടോ? അതല്ലടി, നിന്റെ അച്ഛനും ഞാനും തമ്മിൽ പ്രേമിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ അവൾക്കറിയാമല്ലോ. അപ്പോൾ അവരതിനാണ് വിളിച്ചത് കഥ പറഞ്ഞിരിക്കാൻ. അതിനല്ല, അവൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഇപ്പോൾ എനിക്കും ചാൻസ് ഉണ്ട്, നീ വാ, ഒന്ന് റിലാക്സ് ആകാം എന്ന് പറഞ്ഞാണ് വിളിച്ചത്. എന്നിട്ട് അമ്മ പോയോ? ഞാനിങ്ങ് പോയില്ല. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ശരിയാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, നിന്റെ അമ്മായിപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലാറുണ്ട്. അതുമാത്രമല്ല, ഇഷ്ടം പോലെ പണം അവൾക്ക് വാരിക്കോരി കൊടുക്കാറുണ്ട്. പുള്ളി ഒരു ഓപ്പൺ ടൈപ്പാണ്. എല്ലാ കാര്യങ്ങളും അവളോട് പറയും. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എത്ര പണം ചിലവാക്കാനും ഒരു മടിയുമില്ല. അയ്യോ, അച്ഛനിൽ അത്രയും പണമുണ്ടോ? ഓൾറെഡി ഇഷ്ടം പോലെ പണമുണ്ട് കേട്ടോ. പല സ്ഥലത്തും സ്വത്തുക്കൾ തന്നെ ധാരാളമുണ്ട്. പക്ഷേ കണ്ടാലൊന്നും പറയില്ലല്ലോ. അതൊന്നും പറയില്ല. കാര്യം പാരമ്പര്യമായി കിട്ടിയ ഇഷ്ടം പോലെ സ്വത്തുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ചേട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെടുന്നത്? ഇവിടെങ്ങനെ നിന്നാൽ മതിയായിരുന്നല്ലോ. അതറിയില്ലടി. അങ്ങേര് പണം സ്വന്തം മകനോ ഭാര്യയ്ക്കോ വേണ്ടി അധികം ചിലവഴിക്കാറില്ല. അവിടെ പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അത്യാവശ്യം സമ്പത്തുണ്ടല്ലോ. എന്നാലും അമ്മേ, ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ മാത്രം എവിടുന്നാ പണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ പുള്ളിക്കുണ്ട്. അവൾ എന്നോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെയായപ്പോഴാണ് പിന്നെ ചേട്ടൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ, നീ ഒന്ന് കൊത്തി നോക്കടി, അങ്ങേര് വീഴും. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി അവൾ എന്നോട് പറഞ്ഞു. അതെന്താ? നിന്റെ അമ്മായിച്ചൻ നല്ല റൊമാൻറ്റിക് ആണെന്നും അദ്ദേഹത്തിൻ്റെ ചില ഡീറ്റെയിൽസും എനിക്ക് അവൾ പങ്കുവെച്ചു. അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് മാറി. കാണാൻ അദ്ദേഹം യോഗ്യനാണല്ലോ. നിന്റെ ഭർത്താവ് സുന്ദരനല്ലേ? ആ സൗന്ദര്യം എവിടെ നിന്ന് കിട്ടിയതാണോ? അമ്മായിമ്മയിൽ നിന്ന് കിട്ടിയതാണോ? അല്ല, അമ്മാച്ചനിൽ നിന്ന് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ കലകളിലുള്ള വൈദഗ്ധ്യം സ്ത്രീകൾക്കിടയിൽ ഒരു സംസാര വിഷയമാണ് ചെറുപ്പം മുതലേ. പുള്ളി പിന്നെ മറ്റൊരു സിറ്റിയിൽ ജോലി ചെയ്തത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഈ കാര്യങ്ങളൊന്നും വീട്ടുകാരോ നാട്ടുകാരോ അറിയാതിരിക്കാനാണ്. പിന്നെ സിറ്റിയിലുള്ളവർക്കൊക്കെ എല്ലാം അറിയാം എന്നും അമ്മ പറഞ്ഞു. അത് കേട്ടിട്ട് അമ്മ എന്തിനാണ് അങ്ങർക്ക് മെസ്സേജ് അയക്കാൻ പോയത്? അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അമ്മ എന്തു മോഹിച്ചാൽ പോയത്? എന്തോ മോഹിക്കാനാ? അങ്ങയുടെ പണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ മോഹിച്ചത് എന്താണെന്ന് നീ ദേ ഈ വീഡിയോ കാണാം. ഞാൻ സുമിയിൽ നിന്ന് മേടിച്ചതാണ്. അവൾ എനിക്ക് അയച്ചു തന്നതാണ്. ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് എന്ന് പറഞ്ഞ് സുമിയുടെ വാട്സാപ്പ് എനിക്ക് എടുത്തു തന്നു. ഞാൻ നോക്കിയപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി വീഡിയോ അയച്ചിട്ടുണ്ട്. അമ്മേ, എന്താ ഇവർക്ക് വീഡിയോ എടുപ്പാണോ മെയിൻ പണി? ഇവർക്കതാ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കൂടെ? അവൾ വേണമെങ്കിൽ വേറെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ടാകും മോളെ. ആർക്കറിയാം, വരുമാനം ഇഷ്ടം പോലുണ്ട്. ഇപ്പം പിന്നെ ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ ഒരു ഫാഷനാണല്ലോ. ചുരുക്കം പറഞ്ഞാൽ അമ്മ വീഡിയോ കണ്ട് വഴിതെറ്റലിൻ്റെ വക്കിലായിരിക്കുകയാണ്. ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? നീ എന്നെ കുറ്റപ്പെടുത്തിന് മുമ്പ് നിൻ്റെ അമ്മായിപ്പൻ്റെ വീഡിയോ ഉണ്ട്, അത് ദേ ആ മേളോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക്, ആ സമയത്ത് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ തന്നെ സ്ക്രോൾ ചെയ്ത് തെടി ഈ 2 വീഡിയോ നോക്കൂ, ഇത് നിൻ്റെ അമ്മായിപ്പൻ്റെ വീഡിയോ ആണെന്ന്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് വരെ എനിക്ക് ചങ്കടിപ്പായിരുന്നു. ഞാൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഞെട്ടിപ്പോയി. ഇദ്ദേഹം പാശ്ചാത്യ നടന്മാർക്ക് ഒരു കോമ്പറ്റീഷൻ തന്നെ. ഇതൊന്നും എൻ്റെ ഭർത്താവിന് അറിയില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ ആ മൊമെൻറ്റിൽ ആലോചിച്ചു. അതുമാത്രമല്ല, കളരിവിളക്ക് തെളിഞ്ഞു നിൽക്കുകയാണോ അതോ കുത്തിവിളക്ക് 10 നിലയിട്ട് ആരോ കത്തിച്ചതാണോ? ചുമ്മാതല്ല. സുബി ചേച്ചിയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഇനി കാണുന്ന ഞാനും സ്പോട്ടിൽ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് ആലോചിക്കാൻ തരമില്ലല്ലോ. ഒരിക്കലും എൻ്റെ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പോലും ദൃശ്യ സൗകുമാര്യത്തിൽ മയങ്ങിപ്പോയി. ഇത് ഒരു തവണയെങ്കിലും ഒന്ന് കത്തിക്കാൻ ഏത് പൂജാരിണിയും ആഗ്രഹിക്കും. ഞാൻ സ്തബ്ധയായി നിൽക്കുന്നത് കണ്ട് അമ്മ എന്നോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കണ്ട ഷോക്കിൽ ഞാൻ പരിക്ഷീണയായി കഴിഞ്ഞിരുന്നു.
അടുത്തിരുന്നപ്പോൾ അച്ഛൻ്റെ ഔന്നത്യത്തിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സ് ദുഃഖിച്ചു. എത്രയോ ഇടത്താണ് നിധികൾ മറഞ്ഞു കിടക്കുന്നത്. അത് ചിലയിടങ്ങളിൽ ചിലർക്ക് മുന്നിൽ മാത്രമേ തെളിവാക്കുകയും വെളിവാക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസിൽ 5% എൻ്റെ ഹസ്ബൻഡിന് കൈവന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ മികച്ച നേട്ടം കൈവരിച്ചേനെ. പക്ഷേ എന്ത് ചെയ്യാനാണ്? അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് എടുത്ത ഒരു ഹതഭാഗ്യയാണ് ഞാൻ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മ എന്നെ പിടിച്ചു കുലുക്കി. ഇപ്പം എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, എന്ത് പറയാനാണ്? അമ്മയെ കുറ്റപ്പെടുത്താൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. അമ്പടി കേമി, അപ്പോൾ അമ്മയുടെ മോള് തന്നെ നീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എങ്ങനെയാണ് അച്ഛനുമായുള്ള പ്രണയം പെട്ടെന്ന് മറന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പ്രണയത്തിന് അവിടെ എതിർഭാഗത്തൊന്നും ഇല്ലല്ലോ മോളെ. ഉള്ളപ്പോൾ നമുക്കെപ്പോഴും പ്രണയം അങ്ങോട്ട് തന്നെ. ഇല്ലാതാകുമ്പോൾ വലിയ പ്രണയങ്ങൾ നമ്മൾ നോക്കണ്ടേ? മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും ഒഴുകിപ്പോവുകയാണ്. എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നില്ലേ? അതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ആരെ പേടിക്കണം മോളെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് കണ്ട് നീ നാളെ തൊട്ട് അവിടെ പോയി നർത്തനമാടരുത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് എന്നോട് വലിയ കാര്യവുമാണ്. നിന്റെ നോട്ടവും വിളക്കവും നിശ്ചല സ്വഭാവവും ഒക്കെ കണ്ടപ്പോൾ നീ വിരണ്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു. മോളെ, അവിടെ ചെന്ന് നീ സക്സസ് ആകുകയാണെങ്കിൽ അമ്മയുടെ കാര്യം നീ പറഞ്ഞ് റെഡിയാക്കി തരണം. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ അത്രക്കാരിയല്ല. എടീ, ഞാൻ അത്രക്കാരിയല്ലെന്ന് ഞാൻ ഒത്തിരി വട്ടം നിന്നോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രക്കാരിയാണെന്നുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമല്ലേ അറിയൂ മോളെ എന്ന്. എന്നാലും അമ്മ എങ്ങനെയാമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മോളെ, സംസാരിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ചു പോകും. പാടേണ്ട സാഹചര്യം വന്നാൽ പാടണ്ടേ മോളെ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എന്തായാലും നിന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യണവടി. വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തോട് എല്ലാം അങ്ങ് തുറന്നു പറയണം. എന്ത് തുറന്നു പറയാൻ? നിനക്കും ആഗ്രഹങ്ങളുണ്ട്, നിന്റെ അമ്മയ്ക്കും ആഗ്രഹങ്ങളുണ്ടെന്ന്. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. ശരി, എങ്കിൽ നീ നിന്റെ അമ്മായച്ചനുമായി ഇത്ര അടുത്ത് സംസാരിച്ചില്ലേ? അതുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കാൻ അങ്ങ് പറയൂ. മെസ്സേജ് അയച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയി. പിന്നെ മോളെ, നീ മിടുക്കുകയാണെങ്കിൽ എന്തിനാണ് അങ്ങേര് പുറത്തു കൊണ്ടുപോയി ഈ പണമെല്ലാം ചിലവഴിക്കുന്നത്? അകത്തേക്ക് തന്നെ പ്രവാഹം നടത്താൻ വേണ്ടി നിനക്ക് പറ്റില്ലേടി? വേറെ കുറേ വീടുകളും അതും ഇതൊക്കെ അങ്ങയുടെ കയ്യിലുണ്ട്. അതൊക്കെ അങ്ങയുടെ കാലശേഷം എൻ്റെ ഭർത്താവിന് കിട്ടുമായിരിക്കും. നോക്കിയിരുന്നോ, അങ്ങയുടെ സ്വത്തിനെ പറ്റി നിങ്ങൾക്കാർക്കും ഒരറിവില്ല. സ്വന്തം മകനോ ഭാര്യയ്ക്ക് പോലും. അങ്ങേരെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് എഴുതി കൊടുക്കും. ഇപ്പം അങ്ങർക്ക് പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോൾ പലരും പലതും കൊണ്ടുപോകും മോളെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഭർത്താവിനോട് പറയണോ ഈ രഹസ്യങ്ങളൊക്കെ? വേണ്ട, അത് ശരിയാകില്ല. എൻ്റെ രഹസ്യങ്ങൾ പൊട്ടും എന്ന് എനിക്ക് തോന്നി. എന്തായാലും അടുത്ത ദിവസം ഞങ്ങൾ ടൗണിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോട് ഞാൻ പറഞ്ഞു, ശരി, അമ്മ മെസ്സേജ് അയച്ചു. അമ്മയ്ക്ക് ആവശ്യങ്ങളുണ്ട്. അച്ഛൻ ഇങ്ങനെ നാടുനീളെ ഓടി നടക്കുന്നു. അമ്മയെ മാത്രം എന്തിനാണ് അച്ഛൻ ഒഴിവാക്കുന്നത്? ഇനി അതായിട്ട് ബാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, അത് നമ്മുടെ ബന്ധത്തിലുള്ളതല്ലേ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിനക്ക് നിൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കൊക്കെ കുഴപ്പമാകും. പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പോയപ്പോൾ അമ്മ എന്നോട് വിശദമായിട്ട് പറഞ്ഞു, ആവശ്യങ്ങൾ ഉള്ളവരെ അച്ഛൻ പരിഗണിക്കണം. എനിക്ക് അതിലൊരു പ്രശ്നമില്ല. അച്ഛന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? എനിക്ക് എൻ്റെ ഉള്ള കണക്കിൽ ഒരു കണക്കൂടെ കൂട്ടും. അച്ഛനിതൊക്കെ അങ്ങനെയുള്ളത് എനിക്കറിയാം. ഇഷ്ടംപോലെ സ്വത്തുവകകൾ ഭാര്യയും മകനും അറിയാതെ വേറെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ പലർക്കും കൊടുക്കുമായിരിക്കും. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? എനിക്കിതൊക്കെ ഏകദേശം മനസ്സിലായി. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛന് ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യ്. അപ്പം അച്ഛനോട് പറഞ്ഞു, എടി, നിനക്ക് പണമോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? എനിക്കൊരാവശ്യമില്ല. പക്ഷേ ഞാൻ ഓർക്കുകയായിരുന്നു, ഇത്രയും സ്വത്തുള്ള അച്ഛൻ്റെ മകൻ എന്തിനാണ് ദൂരെ നിന്ന് കഷ്ടപ്പെടുന്നത്? അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും ജോലി അച്ഛന് തരപ്പെടുത്തി കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, പോകട്ടെടി, അവനൊരു സ്ഥാനമാനമാകട്ടെ. 10-15 വർഷം അവൻ സർവീസിലിരിക്കട്ടെ. അത് കഴിയുമ്പോഴേക്കും അവന് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തോളാം. അത് കഴിഞ്ഞ് ഒന്നിന് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞു. ഞാനും അത് ശരിവെച്ചു. അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിൽ വളരെ കൂട്ടായി. പിന്നീട് അച്ഛനും ഞാനും കൂടിയാണ് എൻ്റെ അമ്മയെ കാണാൻ പോകുന്നത്.
അവർക്ക് വേണ്ടി ഒരു 3-4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരു പ്രശ്നമായി തോന്നിയില്ല. കാര്യം എൻ്റെ അമ്മയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആവശ്യങ്ങൾ പലർക്കും പലതാണ്. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കാൻ മടിയായിരുന്നു. കാരണം ഞാൻ കുറ്റക്കാരിയാകുമോ എന്നൊരു ഭയം. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു സമയത്ത് 1.5 മാസം ലീവിന് വരുന്ന കാര്യം പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങ് മാറി. ചേട്ടാ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവൻ വരില്ലേ? അതിന് ഒരു 10 ദിവസം മുമ്പ് ചേട്ടനങ്ങ് കളത്തിലിറങ്ങ്. അതായിരിക്കും ഇനി നല്ലത്. ഇത്രയും വർഷമായില്ലേന്ന്. ഞാൻ പറഞ്ഞു വേണ്ടമ്മേ, അത്ര റിസ്ക് വേണ്ടാന്ന്. പക്ഷേ അമ്മായച്ചനും അതേ സ്വഭാവമായിരുന്നു. വേണ്ട, റിസ്ക് വേണ്ട, ഇതിങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ആയി നമ്മൾക്കിടയിൽ സൗഹൃദമായി പോയിക്കോട്ടെ എന്ന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പൊതിയില്ല. അമ്മ കഠിനമായി നിർബന്ധിക്കാനും ഷൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഞങ്ങളോട് 2 പേരോടും പറഞ്ഞു, ഇത് വലിയൊരു അവസരമാണ്, ഒരു പരീക്ഷണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പുറത്ത് ഞാൻ പ്രകടിപ്പിച്ചില്ലല്ലോ. അമ്മ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ അമ്മ നിർബന്ധിക്കുന്നില്ലയോ, അതുകൊണ്ട് മാത്രം എന്ന് മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങൾ വല വിരിച്ചുകൊണ്ട് ഞാനും ആ ഒരു പൂഞ്ചോലയിലേക്ക് എടുത്തു ചാടി. ഏതൊരു പാഴ്ത്തടി കഷ്ണവും ഒരു രാജശില്പിയുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മനോഹരമായ ശില്പമായി തീരും. അതേ അവസ്ഥയായിരുന്നു എനിക്കും. ഇത്രയും കാലം സുമിച്ചേച്ചി ഉൾപ്പെടെയുള്ളവർ പാടിപ്പുകഴ്ത്തിയ മഹാത്മ്യങ്ങൾ എനിക്കും ഉള്ളിലേക്ക് അറിഞ്ഞു തുടങ്ങി. ആക്ച്വലി എൻ്റെ ലക്ഷ്യം ഞാൻ മറന്നിരുന്നു. എന്തായാലും ആ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. പിന്നെ ഹസ്ബൻഡ് വന്ന് നിന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടക്കുകയും ചെയ്തു മാഡം. ഹസ്ബൻഡിന് വലിയ സന്തോഷമായി. ഞങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും സന്തോഷം അലയടിക്കുകയാണ്. പക്ഷേ അതിന് പിന്നിൽ എന്താണെന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനുമല്ലേ അറിയുകയുള്ളൂ. എന്തായാലും എനിക്ക് നല്ല കുറ്റബോധം ഇടയ്ക്ക് തോന്നിയിരുന്നു. പിന്നീടത് ഓക്കെ ആയി. പക്ഷേ മാഡം, എന്നെ ഇപ്പോൾ അമ്മായിച്ചൻ അവോയ്ഡ് ചെയ്യുകയാണ്. എൻ്റെ അടുത്തേക്ക് അധികം വരാറില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവമായി കറങ്ങി നടക്കുകയാണ്. എനിക്ക് അറ്റൻഷൻസ് കിട്ടാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളും സുഖക്കുറവുമാണ് മാഡം. എൻ്റെ ഡേറ്റൊക്കെ ഏകദേശം 3-4 മാസം കഴിയുമ്പോഴേക്കും ആകും. ആ സമയം വരെ എനിക്ക് സംഘർഷത്തിൽ കഴിയാൻ വയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം. പ്രേമമോ സ്നേഹമോ ഒന്നുമല്ല. അങ്ങേർക്ക് അങ്ങേരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നു. അതിൽ കൂട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്ത് പുള്ളി അടിച്ചു പൊളിച്ചു പോകുന്ന ആളാണ്. അല്ലാതെ സെൻറ്റിമെൻറ്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു യന്ത്രം പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണും. പക്ഷേ ഇവിടെ നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്തരം തെറ്റുകൾ പലപ്പോഴും ആളുകൾ തുടർച്ചയായി കാണിക്കുന്നൊരു കാര്യമാണ്, എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പിന്നീട് തെറ്റ് ചെയ്യാതിരിക്കുക. അല്ലാതെ പഴയതിൻ്റെ വാലെ തൂങ്ങി നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത്തരം വളഞ്ഞ വഴികളിലേക്ക് പോകാതിരിക്കണമായിരുന്നു. അത് ചെയ്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പതിവ് പോലെ തന്നെ പറയാനുള്ളത്, പുറകിലേക്ക് നോക്കാതിരിക്കുക, മുന്നിലേക്ക് നോക്കുക. എന്നിട്ട് അവനവൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഭർത്താവും നിങ്ങളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു കുട്ടിയെ കിട്ടി. അതിനെ ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കൺസെപ്റ്റിൽ മാത്രം വിശ്വസിക്കുക. അല്ലാതെ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ ഈ അമ്മായിച്ചൻ പറയുന്ന ആൾ നിങ്ങളെ മാത്രം സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാളെ മാത്രം സ്നേഹിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. അങ്ങേരുടെ പാട്ടിന് പോകും. പിന്നെ ഇപ്പം അങ്ങേർക്ക് കൺസിഡറേഷൻ ചെയ്യാൻ തോന്നുന്നില്ല. കാര്യം അങ്ങേർക്ക് ഒന്നൊരു കാര്യമില്ല. അങ്ങേർക്ക് വേറെ പല കാര്യങ്ങളിലുമാണ് കൺസിഡറേഷൻ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ വന്ന് സാന്ത്വനിപ്പിക്കുന്നത്? അയാളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞ് അടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങളുടെ ഫാമിലിയെ ശ്രദ്ധിക്കുക. അമ്മായിച്ചിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പ്രണയവും പരിഭവവും ഒന്നും എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് സ്വയം സമാധാനിക്കുക. അല്ലാതെ വേറെ ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തന്നെ ആത്മസംയമനം എടുക്കേണ്ടി വരും. അതിന് മറ്റുള്ള ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് പരിഹാരം വേറെ ആളിൽ നിന്ന് എടുക്കാനോ പറ്റില്ല. അവനവൻ തന്നെ കണ്ടെത്തുക.